ഹലോ, ഇൻഷുർ ഫസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2, 2025 പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഇന്ന് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരികൾക്കും അതേപോലെ പുതിയ ക്ലാസ്സിലേക്ക് ചുവടുവയ്ക്കുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാവർക്കും ആശംസകൾ. നന്നായി പഠിച്ച് നന്നായി വളർന്ന് നല്ലൊരു ഭാവി വാർത്തെടുക്കാൻ അവർക്ക് കഴിയട്ടെ. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് വലുതായി അവരുടെ അടുത്തൊരു ഘട്ടം എന്താണെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരുപാട് അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പഠിത്തമല്ലാതെ അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. മൊബൈൽ ഫോൺ അടക്കം അതിലൊരു വില്ലനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്കതൊരു ഒരു അഡിക്ഷൻ പോലെ ആവുകയാണ് അതൊക്കെ. അപ്പോൾ ഇതിന്നെല്ലാം ഓവർകം ചെയ്ത് എല്ലാവരും നന്നായി പഠിച്ച് നന്നായി മുന്നേറി, അതേപോലെ പഠനത്തോടൊപ്പം അവർക്ക് ജോലിക്കുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് ജോലിക്കുള്ള ഒരു ഇതുകൂടി അവിടെ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും കിട്ടട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വെറും പഠിത്തം തിയറി മാത്രമല്ല, പിന്നീടുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അപ്പോൾ സ്കൂളിൽ വെറുതെ തിയറി പഠിച്ചിറങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്കൊക്കെ ബോധ്യപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയെങ്കിലും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ പഠിക്കട്ടെ. അതേപോലെ പഠനത്തോടൊപ്പം അവരെന്തെങ്കിലും ഒരു കൈത്തൊഴിലൂടി പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ഗുണങ്ങൾ ഫ്യൂച്ചറിൽ എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും 1000 ആശംസകൾ. എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കലാവട്ടെ. അതേമാതിരി രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ എല്ലാ കാലവും നമുക്ക് അവരെ നോക്കി നടത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് 25 വയസ്സ് മുതലാണ് കുട്ടി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ആ 25 വയസ്സ് വരെയുള്ള അവരുടെ വിദ്യാഭ്യാസ ചെലവ് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ചെലവുകൾക്ക് വേണ്ടി ചെറിയൊരു തുക നിങ്ങൾ മാറ്റിവെക്കുക. ഇൻഷുറൻസിൽ തന്നെ മാറ്റിവെക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് വേറെ സ്കീമുകളുണ്ടെങ്കിൽ വേറെ സ്കീമിൽ മാറ്റിവെക്കാം. LICയിലാകുമ്പോൾ ഒരുപാട് പ്ലാനുകളുണ്ട്, കുട്ടികൾക്ക് പറ്റിയ പ്ലാനുകളുണ്ട്. അതിലേതെങ്കിലും നല്ലൊരു പ്ലാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ തുക അവർക്ക് യൂസാകും. കുട്ടികളുടെ പേരിലും ചെയ്യാം, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പേരിലും നമുക്ക് പ്ലാനുകൾ ചെയ്യാൻ പറ്റും. രക്ഷിതാക്കളുടെ പേരിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ എമൗണ്ടിൻ്റെ ഒരു നിയന്ത്രണം രക്ഷിതാവിൻ്റെ കയ്യിലായിരിക്കും. മറ്റേത് കുട്ടിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആ എമൗണ്ട് പോകുന്നത്. അപ്പോൾ അത് പാരൻസ് ആലോചിച്ച് ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.